വിശുദ്ധരെ ചേർത്തിടുവാനായി കാന്തനേശു വേഗം വന്നിടും. കാഹളം ധ്വനിക്കുമ്പോൾ വാനമേഘേ ചേരും ഞാൻ, കാന്തയായി തൻ കൂടെ വാഴും ഞാൻ. കാത്തിരിക്കും വിശുദ്ധരെ ചേർത്തിടുവാനായി കാന്തനേശു വേഗം വന്നിടും. കാഹളം ധ്വനിക്കുമ്പോൾ വാനമേഘേ ചേരും ഞാൻ, കാന്തയായി തൻ കൂടെ വാഴും ഞാൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നവംബർ 1 ഓൾ സെയിൻസ് ഡേ സകല വിശുദ്ധന്മാരുടെ നാൾ ആയിട്ടാണ് സഭ ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വിശുദ്ധരായി തീരുവാൻ ഉള്ള വിളിയുണ്ട്. ദൈവഹിത പ്രകാരം ജീവിച്ച് ദൈവത്തെ അനുഗമിക്കുന്ന എല്ലാവരും തന്നെ വിശുദ്ധന്മാരാണ് എന്നതിന് സംശയമില്ല. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തെക്കുറിച്ച് വായിക്കുന്നു. സകല ജാതികളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൊടാത്ത ഈ വിശുദ്ധന്മാരുടെ കൂട്ടം വെള്ളനിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നു. 7-ന്റെ 9 ഇവർ രക്ഷയെന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അത്യുച്ചത്തിൽ ആർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാ എന്ന് 7:14 പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തമാണല്ലോ നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതായത് ഇവർ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. രക്ഷദാനമായി ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആർത്ത് സന്തോഷിക്കുന്നത്. ഇവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്ന 9 വായിക്കുന്നത്. ഏതാണ് ഈ സിംഹാസനം? സ്വർഗത്തിൽ ഈ സിംഹാസനത്തെ യോഹന്നാൻ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1 പറയുന്നത്, യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും തുടർന്ന് മേലാൽ സംഭവിപ്പാനുള്ളത് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ദൈവശബ്ദം കേട്ട് ആത്മവിവശനായ യോഹന്നാൻ സ്വർഗീയ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതായി കാണുന്നു. ദൈവ തേജസ്സിനെ കുറിച്ച് പറയുന്നത് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും തുല്യം എന്ന. ഉത്തമഗീതം 5:10 എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളത് ഇപ്രകാരം പാടുന്നുണ്ട്. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അതെ, സിംഹാസനത്തിൽ ഇരിക്കുന്ന സൗന്ദര്യപൂർണനായ ദൈവത്തിൻ്റെ ചുറ്റിലുമായി 24 മൂപ്പന്മാർ. അവരും സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവർ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടവുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സിംഹാസനത്തിന് മുമ്പിൽ കത്തുന്ന 7 ദീപങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. സിംഹാസനത്തിന് ചുറ്റുമായി സിംഹം, കാള, മനുഷ്യ, കഴുക സദൃശ്യമായ 4 ജീവികളെയും യോഹന്നാൻ കാണുന്നുണ്ട്. ഈ 4 ജീവികളെ യെഹെസ്കേലും തൻ്റെ ദർശനത്തിൽ കാണുന്നു. യെഹെസ്കേൽ 1-5-11 വരെ. യെഹെസ്കേൽ 10, 15, 20 വാക്യങ്ങളിൽ ഈ ജീവികൾക്ക് കെരൂബ് എന്നാണ് പേർ നൽകിയിരിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, വാക്യം 8, 24 മൂപ്പന്മാരും തലയിൽ നിന്ന് കിരീടമെടുത്ത് ദൈവത്തെ നമസ്കരിക്കുകയും കെരൂബുകളോട് ചേർന്ന് പാടുകയും ചെയ്യുന്നു. 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിന് മുൻപിലായി അറുക്കപ്പെട്ട കുഞ്ഞാടായി കർത്താവിനെ കാണുന്നു. കർത്താവിന് മുൻപിൽ കെരൂബുകളും 24 മൂപ്പന്മാരും ചേർന്ന് പാടുന്ന പാട്ടാണ് 5-ന്റെ 9 ഈ പാട്ടിൽ തൻ്റെ രക്തത്താൽ അവർക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് പാടുന്നത്. തങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സിംഹാസനത്തിന് ചുറ്റിലും നിന്ന് 10,000 10,000 1000 ദൂതന്മാർ പാടുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. 5-12 സകലരുടെയും ആരാധ്യനായ യേശു കർത്താവിനെ
അവർ ആരാധിക്കുന്നു. തുടർന്ന് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിന് ചുറ്റിലുമായി ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിട്ട് 144,000 പേർ നിൽക്കുന്നതായി കാണുന്നു. അവർക്ക് ചുറ്റിലുമായി കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധി പ്രാപിച്ച സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളതായ എണ്ണിത്തീർപ്പാൻ കഴിയാത്ത മഹാപുരുഷാരം. അവർ വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ച് തങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ പുരുഷാരത്തോട് ചേർന്ന് ഒരിക്കൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്നവരാ നാം. ആ കൂട്ടത്തിൽ കാണണമെങ്കിൽ കാൽവരിയിൽ കുഞ്ഞാട് നമുക്കായി ഒഴുക്കിയ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധി പ്രാപിച്ചവർക്ക് ദാനമായി നൽകുന്ന ഒന്നാണ് രക്ഷ. രക്ഷ അനുഭവമാക്കുവാൻ ദൈവമഹത്വത്തെ കണ്ട് ഞാൻ അശുദ്ധൻ, ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനെന്ന് യെശയ്യാവ് നിലവിളിച്ചതുപോലെ നിലവിളിപ്പാൻ തയ്യാറാകണം. നിലവിളിച്ച് യെശയ്യാവിനെ ദൈവം ശുദ്ധീകരിച്ചു. അവൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവമഹത്വം ദർശിച്ച പൗലോസ് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർ 7:24-25 വാക്യങ്ങൾ. യെശയ്യാവിനും പൗലോസിനും ലഭിച്ച ഈ ശുദ്ധീകരണം അനുഭവമാക്കുന്നവർക്ക് മാത്രമേ ദൈവസിംഹാസന മുമ്പിൽ നിൽക്കുന്ന എണ്ണിത്തീർപ്പാൻ കഴിയാത്ത പുരുഷാരത്തോടൊപ്പം നിൽപ്പാൻ കഴിയൂ. അത് അവകാശമാക്കുവാൻ ക്രൂശിന്റെ ചുവട്ടിൽ വരണം. കർത്താവെ, സകല വിശുദ്ധന്മാരോടും ചേർന്ന് ആരാധിപ്പാൻ എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. കുഞ്ഞാടിന്റെ സഭയാം തിരുസഭയെ കാലമിനി അധികമില്ല. കുഞ്ഞാടിന്റെ സഭയാം തിരുസഭയെ കാലമിനി അധികമില്ല. വിരുദു ലഭിച്ചോ പൊന്മുടി ചൂടാൻ കാലമിഹാസന്നമേ. വിരുദു ലഭിച്ചോ പൊന്മുടി ചൂടാൻ കാലമിഹാസന്നമേ. കാത്തിരിക്കും വിശുദ്ധരിൽ ചത്തിടുവാനായി കാന്തരിച്ച് വേഗം വന്നിടും. കാഹളം ധ്വനിക്കുമ്പോൾ വാനമേഘിൽ ചേരുന്ന കാന്തയത്തൻ കൂടെ